എന്തോ ജനശ്രദ്ധ കിട്ടിയെന്ന് അതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം. കാര്യം ഇവർക്കിടയിൽ ഒരു രഹസ്യ സംസാരം നടന്നു. ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അവൻ രാജാവാകാൻ നോക്കിയെന്ന്. അവൻ ഏഷ്യാനെറ്റിനെതിരെ പറഞ്ഞ് രാജാവാകാൻ നോക്കി. എന്നാൽ പിന്നെ കാണിച്ചു കൊടുത്തേക്കാം, ഞങ്ങളൊക്കെയാണ് യഥാർത്ഥ രാജാക്കന്മാർ, ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ രാജാവും രാജ്ഞിയും. അങ്ങനെ രാജാവും രാജ്ഞിയും കൂടെ വന്നതാ കളിക്കാൻ. രാജാവും രാജ്ഞി കളിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം നടന്നേക്കുന്നത് കാര്യം. അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സെക്കൻഡ്. അതുകൊണ്ട് നീ ഇനി എന്തോന്ന് പറഞ്ഞാലും കണ്ടവർക്കെല്ലാം അറിയാം, ഇത് കഴിഞ്ഞു. എൻ്റെ പൊന്ന് റിനോഷ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ സീസൺ കഴിഞ്ഞു. അതിൻ്റെ വിന്നർ അഖിൽമാരാലാണ്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഇനിയെങ്കിലും നീ തിരിച്ചറിയൂ. അത് കഴിഞ്ഞു കേട്ടോ. ഇനി നീ വീണ്ടും അതിനെക്കുറിച്ച് പറയണ്ട. ഞാൻ അഡ്രസ്സ് ചെയ്ത് കേരളത്തിൽ കുറച്ച് പെൺകുട്ടികൾക്കെതിരെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയേണ്ട, നീ അതിനെക്കുറിച്ച് സംസാരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ വിഷയവും നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. ഇതുവരെ പിന്തുണ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ ഇടയ്ക്ക് ആരാടാ വിളിച്ച് മനുഷ്യനെ ശല്യം ചെയ്യുന്നത്? അപ്പോൾ എന്തായാലും